ഇന്ത്യൻ IT ഡോമിനേഷൻ, അതായത് ഓഫ് ഷോർ ബിസിനസ് പൂർണ്ണമായിട്ടും ഇല്ലാതായി പോകും. ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കാണാം. എത്രയോ IT എക്സ്പേർട്ടുകൾ പറഞ്ഞ് ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ബന്ധവും മോശമായി, മറ്റുള്ള രീതി മോശമായി. അമേരിക്ക സ്ട്രോങ് അഗെയിൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ തമാശയല്ല, അതിൻ്റെ പ്രതിഫലനമാണ് ഇത് കാണുന്നത്, എൻ്റെ റിഫ്ലക്ഷനാണ് ഇത് കാണുന്നത് മുഴുവനും. അല്ലെങ്കിൽ കാനഡ എന്ന് പറഞ്ഞ രാജ്യത്ത് എത്ര പോപ്പുലേഷനോ, കാരണം അവരുടെ പോപ്പുലേഷൻ വളരെ കുറവ്, ഹ്യൂജ് രാജ്യമാണ്. അവരും ഒരു തീരുമാനം എടുക്കുകയാണ് ഇന്ത്യക്കാരെ പുറത്താക്കാൻ. ഈ പറയുന്നത് മുഴുവൻ ഹൈപ്പും ബ്ലഫും മാത്രമാണ് ആളുകൾ പറഞ്ഞു. ഞാനന്ന് കൃത്യമായിട്ട് പറഞ്ഞു ഇതൊന്നും അല്ല ഉണ്ടാകുന്നത്. കാരണം ശരിക്കും ആലോചിച്ച് ചിന്തിച്ച കാര്യങ്ങൾ എടുക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കാൻ കള്ളത്തരമായിട്ട് പോകുന്നു, അവിടെ ജോലിക്ക് വേണ്ടി. കാരണം ഇന്ത്യ ജോലിയില്ല, അതതിൻ്റെ കാര്യം. ഇന്ത്യയിൽ ഈ പറയുന്ന ഗ്ലോബൽ ആയിട്ട് അതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല പഠിക്കാൻ. ഇന്ത്യയിലുള്ള അർബൻ ക്ലാസ്സുകളിലെ കുട്ടികളെ എല്ലാം പഠിപ്പിക്കുന്ന അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയ, UK, അങ്ങനെ ജർമ്മനി, അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് പോകുന്നത്. അതിനും വിരാമം വിടാൻ പോകുന്നു. ഇതാണ് അതിൻ്റെ കാര്യം. അവൻ പറഞ്ഞു ഇന്ത്യക്കാരില്ലെങ്കിൽ അവിടെ ജോലി, ഇന്ത്യക്കാരെ കൊണ്ടുവച്ചാണ്ടോ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ജോലി ചെയ്യുന്നത്? ഇത് ഗിവ് ആൻഡ് ടേക്ക് ആണ്, അത്രേ ഉള്ളൂ. അന്യോന്യം ഒരു മ്യൂച്വലായിട്ട് പോകുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ, മോദി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്തോ? ജോലി വേണം. എംപ്ലോയ്മെന്റ് ആണ് ഇവിടുത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. ഗ്ലോബലായിട്ടും ഇന്ത്യയുടെ മാത്രമല്ല, ഗ്ലോബൽ ഇഷ്യൂ എംപ്ലോയ്മെന്റ് ആണ്. ആ എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യലായിട്ടുള്ള ഇന്ത്യൻ ഡയസ്പോറ, ലോകം മുഴുവന് അതിന് പ്രശ്നം ഉണ്ടാവുകയാണ്. വീണ്ടും കാനഡയിൽ നമുക്ക് അമേരിക്ക, കാനഡ, അടുത്ത് മറ്റുള്ള ഓരോ രാജ്യങ്ങളും ഓരോന്നായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ തിരിച്ചു വന്ന എന്ത് കുന്തമുണ്ട്? ഇവിടുത്തെ ഓരോ IT കമ്പനികൾ ലേ ഓഫ്. കാരണം കോവിഡിന് ശേഷം നമ്മുടെ പല IT കമ്പനികളും പല കമ്പനികളും കുബ്ഡപ്പായിട്ടുള്ള പല ഡേറ്റാസ് കൊണ്ടുവന്നു. അതിനുശേഷം ഒത്തിരി പേരെ അവരെ റിക്രൂട്ട് ചെയ്തു. വലിയ സംഭവം ബൂം ഉണ്ടാകാൻ പോകുന്നു. യഥാർത്ഥത്തിൽ ബൂമും ഗീമും ഒന്നും ഉണ്ടായില്ല. ചെറിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായി ആ കോവിഡിൻ്റെ ആ ഗ്യാപ്പിന് ശേഷം. പക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന സംഭവം ഏറ്റവും കൂടുതൽ ബാധിച്ച ചൈനയാണ് കോവിഡിന് ശേഷം.